ഹായ് ഫ്രണ്ട്സ്, എന്തുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടാകുന്ന നേരം ഒരു മുട്ട പൊരിച്ചാലോ എന്ന് ഒരാഗ്രഹം. അങ്ങനെ മുട്ട പൊരിക്കാണ് പോവാണേ. എന്താ പിന്നെ ഒരു വെറൈറ്റി രീതിയിൽ ഒരു മുട്ട പൊരിച്ചേക്കാം എന്ന് കണ്ടിട്ട് നമ്മളൊരു മുട്ട പൊരിക്കാൻ പോവാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ലെറ്റ്സ് ഗോ. സേ ഹായ്. ഹായ്. അപ്പോൾ ഈ മുട്ട പൊരിക്കാൻ വേണ്ടി അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. 3 മുട്ടയുണ്ട്, പിന്നെ ഒരു സവാള പകുതി കണ്ടിച്ചുണ്ട്, പിന്നെ 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില. കറിവേപ്പില ഇല്ലാത്ത കളിയില്ലല്ലോ അല്ലേ. മുട്ട പൊരിക്കാൻ ഈസി അല്ലേ. മുട്ടയായിരുന്നു നമ്മുടെ ഫേവറേറ്റ് ഫുഡ്. മുട്ട, തൈര്. ബാംഗ്ലൂരിലൊക്കെ പഠിക്കുമ്പം ഈ മുട്ടയും തൈരും പിന്നെ എന്തെങ്കിലും ഒരു അച്ചാറും കാണും. അതായിരിക്കും ഏറ്റവും ടേസ്റ്റായിട്ടുള്ള ഫുഡ് ആ സമയത്ത്. അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടൊരു മുട്ട പൊരിക്കുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ സാധാരണ സവാള എല്ലാം അരിഞ്ഞിട്ട് ശരിക്കും മുട്ടയ്ക്കകത്തിട്ട് അടിച്ചിട്ട് പിന്നെ അങ്ങ് പാൻ ചൂടാക്കി ഒഴിക്കുകയല്ലേ. ഇത് നമ്മളൊരു വേറെ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ സവാള കൊത്തി അരിഞ്ഞത് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് വഴറ്റിയെടുക്കുകയാണ്. വഴറ്റിയെടുത്തിട്ട് പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ചെറുതായിട്ട് അരിഞ്ഞ് കിടക്കുന്നത് കരിവേപ്പിലയാണ്. അപ്പം കരിവേപ്പിലയും ഒരു 2-3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഓർക്കും മുട്ടയ്ക്കകത്ത് കരിവേപ്പില. നമുക്ക് മെയിനായിട്ട് കുഞ്ഞുനാളിലെ മുതൽ അറിയാവുന്ന ഒരു കറി ലീവ്സ് എന്ന് പറഞ്ഞാൽ അത് കറിവേപ്പില. അപ്പോൾ അതൊരു 2-3 എണ്ണം ഇട്ടിട്ടുണ്ട്. അതൊരു നല്ല ഫ്ലേവറല്ലേ. കറി ലീവ്സ് നമുക്ക് എവിടെ യൂസ് ചെയ്യാം. അത് ഇന്നിടത്ത് യൂസ് ചെയ്യണമെന്ന് ഒന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ മുട്ട സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് അടിച്ച് റെഡിയാക്കാം. ഇതിനകത്തൊരു ശകലം ഉപ്പിട്ട് കൊടുക്കണേ. അങ്ങനെ നമ്മൾ ഈ ബീറ്റ് ചെയ്ത മുട്ട നമ്മൾ ഈ വരുന്ന സവാളയ്ക്ക് അതിനകത്തോട്ട് നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിപ്പോൾ ഒന്ന് വെന്ത് വന്നോട്ടെ, എന്നിട്ട് തിരിച്ചിട്ടാൽ മതി. ഇതൊരു വെറൈറ്റി സ്റ്റൈൽ, വേറൊരു സ്റ്റൈൽ, അത്രേ ഉള്ളൂ. മുട്ടയുടെ ഇഷ്ടം പോലെ മുട്ട പൊരിക്കുന്ന വെറൈറ്റി ടൈപ്സ് ഉണ്ടല്ലോ. ഓരോരുത്തർക്കും ഓരോ രീതി അറിയാം. തേങ്ങ ഇട്ടുണ്ടാക്കുന്നതിന് ഏറ്റവും ടേസ്റ്റ്. വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്നത്. ആ മുട്ട പൊരിച്ചതും ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി പിന്നെ ഒരു ചമ്മന്തി. വാവ്. ഓംലെറ്റ് എന്ന് ഓർക്കുമ്പോൾ വേറൊരു കാര്യം മനസ്സിൽ ഓടി വരുന്നത് റാന്നി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലമാണ്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ക്ലാസ്സിൽ ഒരു ചങ്ങാതി എന്നും ഒരു 4 ചപ്പാത്തി അതിനകത്തൊരു 2 ഓംലെറ്റും ലെയർ പോലെ ഇങ്ങനെ അടുക്കി എന്നും പുള്ളി അത് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ ആമ്പിള്ളേർ അങ്ങനെ പൊതുവെ അങ്ങനെ ഒന്നും കൊണ്ടുവരാറില്ല. അപ്പോൾ ഈ ചങ്ങാതിയുടെ ചപ്പാത്തിയും ഓംലെറ്റും കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒരു ഓട്ടമുണ്ട്. അത് മറക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ തിരിച്ചിട്ടു, ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മണ്ടക്കോട്ടൊരു ശകലം കുരുമുളക് പൊടി അങ്ങോട്ട് വാരി വിതറുക. സ്നേഹങ്ങൾ വാരി വിതരട്ടെ എന്ന് പറയുന്ന പോലെ. ബുൾസയാണ് ഏറ്റവും ഇഷ്ടം. ബുൾസ എന്നാണ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തല്ല, വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്തൊരു തട്ടുകടയാണ്. അയ്യോ, ആ ചേട്ടൻ ഉണ്ടാക്കുന്ന ആ ഒരു ബുൾസ ഞാനും കൂട്ടുകാരനും ഇടയ്ക്ക് വൈകിട്ട് ബൈക്കൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടൊരു പോക്കുണ്ട്. എന്നിട്ട് അവിടെ പോയി 2 ബുൾസ അടിച്ച് തിരിച്ച് വീട്ടിൽ വരാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുക. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈല് അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ നടക്കട്ടെ. നമ്മുടെ മുട്ട പൊരിച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇച്ചിരി ചോറ്, തൈര്, പിന്നെ അച്ചാറുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റായത് 3. ബാംഗ്ലൂർ പഠിച്ചപ്പം കുറേ നാൾ ഈ ഫുഡൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡും അതായിരുന്നു. എന്ന് ഇടിക്കുമ്പോൾ ഒത്തിരി കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ പഠിക്കാൻ പോകും.
ഇതായിരുന്നു നമ്മുടെ അന്നത്തെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഫുഡെന്ന് തന്നെ പറയാം. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആ മുട്ടയും തൈരും പിന്നെ അതിൻ്റെ കൂടെ ഒരു ശക്കല അച്ചാറും കൂടെ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ശരിക്കും അന്നത്തെ ആ ഒരു ഓർമ്മകളും എല്ലാം. ഇതൊരു ഭയങ്കര ഫുഡായിരുന്നു ആ സമയത്ത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അടുത്ത പ്രാവശ്യം കാണുന്നിടം വരെ സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ ബൈ. ഞാൻ ഇപ്പോൾ ഇതൊന്ന് ഫിനിഷ് ആക്കട്ടെ. വാ, മുട്ട പൊരിച്ച് നോക്കി ഈ രീതിയിൽ എങ്ങനെ ഉണ്ടെന്ന്. അത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലേ കുട്ടപ്പ? Subscribe. Say bye-bye. Bye.